നിലവിലിപ്പോൾ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ളതാണ് കോടതിയുടെ ശിക്ഷാവിധി. അതിഥികളായി എനിക്കൊപ്പം VS വിനീത് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒപ്പം തന്നെ VT റാഷിദ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൂടി ചേരുകയാണ്. ആദ്യം ശ്രീ VS വിനീത് കുമാറിലേക്കാണ്. സർ, ആദ്യം അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഇത്തരത്തിൽ ഒരു കേസിൽ ഒരുപക്ഷെ ഇതിൽ പരമാവധി ശിക്ഷ കിട്ടുമോ, തൂക്കുകയർ കിട്ടുമോ, വധശിക്ഷ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചെടുത്തതാണ് ഈ തരത്തിലേക്ക് ഈ കേസ് ഇന്ന് എത്തുന്നത്. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം? എന്താണിതിൽ? ഈ കേസിൽ ആക്ച്വലി ഇതൊരു പരമാവധി ശിക്ഷ ഈ കേസിൽ കിട്ടേണ്ടതാണ് എന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചിരുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു കേസാണെന്ന് ഉത്തമ ബോധ്യം പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത്ര വളരെ ബ്രൂട്ടലായിട്ട് അങ്ങേയറ്റം 11 ദിവസത്തെ ഒരു വളരെയധികം വേദന അനുഭവിച്ചിട്ടാണ് ഈ ഷാരോൺ രാജ് ഇതിൽ മരിച്ചത്. അത് മുഴുവൻ ഈ വിഷം കൊടുത്താൽ അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വെബ് സെർച്ചിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പാരക്വിറ്റ് എന്ന വിഷയത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ട് ഈ പ്രാണന് തുല്യം സ്നേഹിച്ച ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൽ വരത്തക്ക രീതിയിൽ എല്ലാ പദ്ധതികളും വളരെ മുൻപിനാലെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കേസാണ്. അപ്പോൾ ഒരു ഏജ് ഫാക്ടർ ഒന്നും തന്നെ കോടതി പരിഗണിക്കാനായിട്ട് അത് എടുത്തില്ല എന്ന് മാത്രവുമല്ല, ഈ കൊല്ലപ്പെട്ട ഷാരോൺ രാജിൻ്റെ ഏജും ഇതേ ഏജ് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ ഒരിക്കലും ഒരു ആനുകൂല്യം കൊടുക്കേണ്ട കേസല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കോടതി കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ഒരു പരമാവധി ശിക്ഷ വിധിച്ചത്. അങ്ങ് കഴിഞ്ഞ ദിവസം, അതായത് ഇതിന്റെ അവസാനത്തെ നടന്ന സമയത്ത്, വിധി പ്രസ്താവ തൊട്ട് മുമ്പുള്ള ദിവസം, അന്ന് ഞാൻ തന്നെ അങ്ങയോട് ചോദിച്ചിരുന്നു, അതായത് സ്നേഹത്തെയാണ് കൊന്നത് എന്നൊക്കെ തരത്തിലേക്കുള്ള വാദം നടത്തുമ്പോൾ അതൊരു വൈകാരിക തലത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് വൈകാരികമല്ല, നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കോടതിയും ആ തരത്തിൽ തന്നെയാണ്. ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു, സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആ സന്ദേശം സമൂഹത്തിന് നൽകുന്ന തരത്തിലുള്ള അതേ തരത്തിലുള്ള കോടതി വിധി പ്രസ്താവിക്കുമ്പോഴും കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതൊക്കെയാണോ ഈ കേസിൽ ഈ അവസാനം ഈ പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കാരണമായത്? അതെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ഈ പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് കോടതി ഈ ഗ്രീഷ്മയുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ആദ്യമായിട്ടല്ല ഷാരോൺ രാജിനെ കൊലപാതകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷം കൊടുത്തത്. അപ്പോൾ ഇതിന് ഒരു പ്രതിഭാഗം വാദിക്കുന്നത് പോലെ നേരത്തെ ഒരു ആൻറ്റിസിഡൻസ് ഇല്ല എന്നുള്ള ഒരു വാദം ഉന്നയിച്ചത് അത് ശരിയല്ലെന്ന് കോടതി കണ്ടെത്തി. കാരണം ഇതിനു മുമ്പ് ഒരു കൊലപാതക ശ്രമം ഗ്രീഷ്മ ചെയ്തിരുന്നു, അത് ഷാരോൺ രാജിനെ തന്നെയാണ്. അത് പക്ഷേ നിർഭാഗ്യവശാൽ പോലീസിന് അത് ചാർജ് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് 22/8/2022 ഈ ഷാരോൺ രാജിനെ വളരെ സ്നേഹപൂർവ്വം നടിച്ച് ഒരുമിച്ച് അവർ യാത്ര ചെയ്ത് 2 കുപ്പി ഈ ജ്യൂസ് മേടിച്ചിട്ട് അതിനകത്ത് 60 ഗുളികകളോളം ഡോളോ ഗുളിക കൊടുത്ത് മിക്സ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എങ്ങനെ പാരസിറ്റമോൾ പ്രവർത്തിക്കുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുത്തു. പക്ഷേ അത് കുടിച്ച ശേഷം ഈ 2 കവിൾ ജ്യൂസ് കുടിച്ചപ്പോൾ ഭയങ്കരമായ കയ്പായിരുന്നത് കാരണം അത് തുപ്പിക്കളഞ്ഞതുകൊണ്ട് ആ വധശ്രമത്തിൽ നിന്ന് ഷാരോൺ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ കോടതിക്ക് അത് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അത് ഡിജിറ്റലായിട്ട് ഫോണിൽ നിന്ന് അത് റിക്കവർ ചെയ്തെടുത്ത് FSLൻ്റെ സഹായത്തോടു കൂടി റിക്കവർ ചെയ്തെടുത്ത് അവിടെ പ്രദർശിപ്പിച്ച് തെളിയിച്ച ഒരു വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞൊരു സംഭവമാണ്. പക്ഷേ ആ അന്വേഷണം നടക്കുന്ന കാലയളവിൽ പ്രോസിക്യൂഷന് ഇങ്ങനെ ഈ പാരസിറ്റമോളിലൂടെ അത് കുടിച്ചതിലൂടെ ഏതൊക്കെ തരത്തിലുള്ള ഇഞ്ചുറിയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അത് ഒരു 307 IPC നിലനിൽക്കുമോ എന്നൊക്കെയുള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട്, അതുകൂടാതെ 302 എന്നുള്ള ഒഫൻസും അതിൽ വന്നതുകൊണ്ട് ഈ 307 ഒഴിവാക്കിയാണ് ചാർജ് കൊടുത്തത്. പക്ഷേ കോടതി അത് ശിക്ഷ വിധിക്കാനല്ല എടുത്തത്, പക്ഷേ ഇതൊരു പ്രീവിയസ് കോണ്ടക്ട് എന്നുള്ള രീതിയിൽ ഒരു 307 കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ കമ്മിറ്റ് ചെയ്ത ഒരു പ്രതിയും കൂടെയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ദയ അർഹിക്കുന്ന ആളല്ല എന്ന് കണ്ടെത്താൻ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസിൽ ഒരു ഫാക്ടറായിട്ട് കൂടി അത് കണക്കിലെടുത്തു.